ചേരുകയാണ്. രജിത്ത, വികസനം കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായി നടപ്പാക്കിയില്ല എങ്കിൽ അത് വലിയ ദുരിതമായിരിക്കും സമ്മാനിക്കുക എന്നതിനൊരു വലിയ ഉദാഹരണമാണ് ഈ ഒരു റോഡ് നിർമ്മാണം. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലൂടെ അത് വ്യക്തവുമാണ്. എന്തായാലും കൃത്യമായൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് തന്നെയല്ലേ ജനങ്ങളുടെ ഒരു ആവശ്യം? ദേശീയപാതയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള 12 കിലോമീറ്ററോളം ദൂരത്താണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത്. അവിടെയാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. ഉയരപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത്. അവിടെ യാത്ര ചെയ്യുന്നതിനേറെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ചെളി ഉൾപ്പെടെയുള്ളവർ റോഡിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയും ആളുകൾക്ക് നടന്നു പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് വേണം, ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് വേണം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എന്നാണ് ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ളവ ഈ കരാർ നൽകുന്നതിന് മുമ്പേ ഏൽപ്പിച്ചിരുന്നത്. അശോക ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ അവർ വേണ്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് നൽകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായി യാത്ര ചെയ്യാൻ 2 സൈഡിലും ടാറിംഗ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഓടകൾ ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായി അവ ആദ്യം തന്നെ നടത്തി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ ഇതൊന്നും പൂർത്തീകരിക്കാതെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോയിരിക്കുന്നതാണ് പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം. ജനകീയമായി തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ, റെസിഡൻറ്റ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിലൊക്കെയും പ്രക്ഷോഭ പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തുടർച്ചയായി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇവയൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് കരാർ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതലായി രോക്ഷാകുലരായി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും. അടുത്ത് തന്നെ നമുക്കറിയാം, അവർ തന്നെ പറയുകയാണ് ഉടൻ തന്നെ തങ്ങൾ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത്. ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജനങ്ങൾ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, വികസനത്തിന് തങ്ങൾ എതിരല്ല, വികസനം വേണം എന്ന നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത്. പക്ഷേ ഈ കരാർ ഏറ്റെടുത്ത കമ്പനി വേണ്ട രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല അവിടെ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം ഏകദേശം 35ഓളം ആളുകൾ ഈ റോഡിൽ ജീവൻ ബലി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നത് തന്നെയാണ് ജനങ്ങൾ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയൊക്കെ വെച്ച് നോക്കുമ്പോഴും ഈ കമ്പനി വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കുന്നത് അതേ സമയത്ത് തന്നെ ജനങ്ങളുടെ ഈ ജനപ്രതിനിധികളുടെ ഈ നിഷേധാത്മക നിലപാട് അവർ ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായും രജിത്ത, അതൊരു വലിയൊരു ജനകീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇനിയെങ്കിലും കരാർ കമ്പനിക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. രജിത്ത് പറഞ്ഞതുപോലെ ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിച്ചാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അധികൃതരുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ടോപ് 10.